സംസം കിണറിന്റെ രഹസ്യം. അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാനവരാശിയുടെ പിതാക്കളിലൊരാളായ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തന്റെ പ്രിയപത്നി ഹാജറ ബീവിയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും അന്നത്തെ വിജനവും ജനവാസമില്ലാത്തതുമായ മക്കയുടെ താഴ്വരയിൽ കൊടുംചൂടിൽ ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചുപോന്നു. ഒരിറ്റു വെള്ളമോ ഒരു തണലോ ഇല്ലാത്ത ആ അവസ്ഥയിൽ ആ കുഞ്ഞിന്റെ ദാഹം കണ്ടപ്പോൾ ഹാജറ ബീവിയുടെ ഹൃദയം പിടഞ്ഞു. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ദാഹിച്ചു വലഞ്ഞ ആ കുഞ്ഞ് കരഞ്ഞു നിലവിളിച്ചപ്പോൾ ആ മാതൃഹൃദയം വേദന കൊണ്ട് നീറി. വെള്ളം തേടി അവർ അക്ഷരാർത്ഥത്തിൽ പരക്കം പാഞ്ഞു. ദൂരെയുള്ള സഫാക്കുന്നിലേക്ക് ഓടിക്കയറി ചുറ്റും നോക്കി. ഒരു തുള്ളി വെള്ളം പോലും എവിടെയും കണ്ടില്ല. നിരാശയോടെ അവർ സഫായിൽ നിന്നിറങ്ങി അടുത്തുള്ള മർവാ കുന്നിലേക്ക് അതിവേഗം ഓടി നടന്നു. അവിടെയും ഫലമുണ്ടായില്ല. ഇങ്ങനെ സഫാ മർവാ കുന്നുകൾക്കിടയിൽ കുഞ്ഞിന്റെ ജീവനുവേണ്ടി അവർ 7 പ്രാവശ്യം ദാഹിച്ചു വലഞ്ഞ ഹൃദയത്തോടെ ഓടി നടന്നു. ഓരോ ഓട്ടത്തിലും ആ മാതൃത്വം ദൈവത്തോട് അടിയുറച്ച് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഈ ത്യാഗത്തെ മാനിച്ച് ഹാജറ ബീവി ദാഹിച്ചു